എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 11ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 149 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നൗ കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ് വിത്ത് ഏരിയ ഗിവൺ ബിലോ. റൈറ്റ് ദ ആൻസേഴ്സ് യൂസിങ് സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഉപയോഗിച്ച് ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ഓരോന്നിൻ്റെയും ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിന് എത്രയാണ്? 49 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആദ്യത്തെ എത്രയാണ്? 49 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 49 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, 49 നമുക്കറിയാം. 49 ഒരു പ്രൈം നമ്പറാണ്, ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 49 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 7/7 = 1. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 49 = 7 × 7. 49 = 7 × 7. 7 × 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 7 സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 49 = 7 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 49 = 7. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ = 7 സെൻറ്റിമീറ്റർ. എത്രയാണ്? ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ = 7 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ എത്രയാണ്? 169 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 169 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. 169 ഇവിടെ 169 നമുക്ക് വേറെ ഒരു നമ്പറിലും പോവില്ല അല്ലേ? ഇതും ഡയറക്റ്റ് ആയിട്ട് 13 പോവും. അപ്പോൾ നമുക്ക് 13, ഇതൊരു പ്രൈം നമ്പറാണ്. അപ്പോൾ 13/13 ദാറ്റ് ഈസ് 169. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 169 = 13 × 13. 13 × 13 എന്ന് പറയുന്നത് എന്താണ്? 13 സ്ക്വയർ ആണ്. അപ്പം ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 169 = എന്താണ്? 13 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയാണ്? 13 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 400 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് അതിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഇത് എന്താണ്? 400 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയല്ല, പ്രൈം നമ്പർ അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 400നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 200 കിട്ടും. അഗെയിൻ 2 ദാറ്റ് ഈസ് 100. അഗെയിൻ 2 ദാറ്റ് ഈസ് 50. അഗെയിൻ 2 ദാറ്റ് ഈസ് 25. അഗെയിൻ 5 ദാറ്റ് ഈസ് 5. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്തൊക്കെയാണ്? 400 = നമുക്ക് എന്തൊക്കെ കിട്ടി ഇവിടെ? 2 × 2 × 2 × 2 × പിന്നെ 5 × 5. ഇനി നമ്മൾ ഇതിനെ എന്താക്കണം? സ്ക്വയേഴ്സ് ആയിട്ട് എഴുതണം. ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ഉണ്ട്. ഇവിടെയും 2 സ്ക്വയർ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 5 സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിത് റൂട്ടായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറും എല്ലാം ഒഴിവാക്കാം. 2 × 2 × 5 അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്തെഴുതാം? 2 × 2 × 5 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ 2 × 2 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 2 2 4, 4 × 5 20 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 400 റൂട്ട് ഓഫ് 400 = 20 എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എത്രയാണ്? 225 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 225 സ്ക്വയർ സെൻറ്റിമീറ്ററും ഒരു പ്രൈം ഫാക്ടർ അല്ല. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടർ അല്ല, പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ടാവും. ഇവിടെ 225 നമുക്ക് 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ എത്ര ഉണ്ടാവും? നമുക്ക് 45 കിട്ടും. എഗെയിൻ നമ്മൾ 5 കൊണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 9 കിട്ടി. 9 അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 3, ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? 225 = 5 × 5 × 3 × 3. ഓക്കെ, ഇതിനെ നമുക്കിനി സ്ക്വയർ ആയിട്ട് എഴുതാം. 5 സ്ക്വയർ × 3 സ്ക്വയർ. ഇതിനെ നമുക്ക് വീണ്ടും 5 × 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് 225 റൂട്ട് ഓഫ് 225 എങ്ങനെ എഴുതാം? 15 എന്ന് എഴുതാം. ഓക്കെ,
15. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് സ്ക്വയർ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തത് ഏതാണ്? 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമ്മൾ നേരത്തെ ചെയ്തത് 169 ആണ്. ഇവിടെ എന്താണ്? 2 ഡെസിമൽ പോയിൻ്റ് വന്നു, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് 1.69 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.3 ഇൻറ്റു 1.3 ആണ് അല്ലേ? അതായത് ഇവിടെ ഡെസിമൽ പോയിൻറ്റ് 2 വരുമ്പോൾ ഇവിടെ ഓരോന്ന് വരണം അല്ലേ? 1.3 ഇൻറ്റു 1.3. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? 1.3 ഹോൾ സ്ക്വയറിന് എഴുതാം. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 1.69 ഈക്വൽ ടു എന്തായിരിക്കും? 1.3 എന്ന് എഴുതാം. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ 1.3 സെൻറ്റിമീറ്റർ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 1/4 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അപ്പം 6 1/4 എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ എഴുതാം? 6 1/4 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1/2 ഇൻറ്റു 2 ഇൻറ്റു 1/2 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 2 1/2 ഹോൾ സ്ക്വയറിന് എഴുതാം. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എത്രയാണ്? 2 1/2 മീറ്റർ ആണ്. റൂട്ട് ഓഫ് 6 1/4 ഈക്വൽ ടു 2 1/2 മീറ്റർ. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇനി ഈ ഒരു 149 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.